ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ വെക്കേഷൻ ട്രിപ്പ് സീരീസിൻ്റെ 4th പാർട്ടാണ്. നമ്മൾ ഗാങ്ടോക്കിൽ നിന്ന് ലാച്ചുങ്ങിലേക്ക് പോവാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ലാച്ചുങ് നോർത്ത് സിക്കിമിലാണ്. അങ്ങോട്ടുള്ള നാഷണൽ ഹൈവേയുടെ സൈഡിൽ അത്യാവശ്യം വലിയൊരു വാട്ടർഫോൾ ഉണ്ട്. അതിൻ്റെ പേരാണ് 7 സിസ്റ്റർ ഫാൾസ്. ഇന്ന് നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഈ 7 സിസ്റ്റർ ഫോൾസ് എന്ന പേര് എങ്ങനെയാ കിട്ടിയെന്ന് അറിയാമോ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ നമ്മൾ 7 സിസ്റ്റർ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാറില്ലേ? അപ്പൊ അങ്ങനെയാവും ഈ പേര് വന്നേന്നല്ലേ ചിന്തിച്ചത്? എന്നാ അങ്ങനെയല്ല. മലമുകളിലുള്ള 7 ചെറിയ സ്ട്രീംസ് കൂടിയാണ് താഴെ എത്തുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടമായി മാറുന്നത്. അതുകൊണ്ടാണ് അതിന് 7 സിസ്റ്റർ ഫോൾസ് എന്ന് പേര്. മൺസൂൺ സീസണിൽ ഇത് കുറച്ചുകൂടെ വലുതായിരിക്കും. വിസിറ്റേഴ്സിന് സീനറി എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും കഫറ്റീരിയയും ഒക്കെ ഉണ്ട്. ഇവിടെ മുകളിൽ ബുദ്ധൻ്റെ ഒരു പ്രതിമയും ഉണ്ട്. ഇത് നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും അടുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ കുറേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസും ഉണ്ട്. ഇവിടെ കുറെ കളർഫുൾ ഫ്ലാഗ്സ് തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ടിബറ്റൻ ബുദ്ധിസം അനുസരിച്ച് ഇതിനെ ലുങ്ത അല്ലെങ്കിൽ വിൻഹോസ് ഫ്ലാഗ്സ് എന്നാണ് വിളിക്കുന്നത്. ലോകം മുഴുവൻ പ്രയറും പീസും ബ്ലെസ്സിങ്സും ഒക്കെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ടിപ്പിക്കലി ഇത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിൽ ഓരോന്നിലും ഓരോ മന്ത്രങ്ങളും സീക്രട്ട് സിംബൽസും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ റോഡ് സൈഡിലും കാറിന്റെ അകത്തും ബിൽഡിങ്സിന്റെ മുകളിലും ഒക്കെ ഉണ്ട് ഈ ഫ്ലാഗ്സ്. കാറ്റടിക്കുമ്പോൾ ഈ ഫ്ലാഗ്സ് പാറി പറക്കുമല്ലോ, അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് ഒക്കെ എല്ലാവരിലേക്കും എത്തും എന്നാണ് വിശ്വാസം. അതായത് കാറ്റ് ഈ മന്ത്രങ്ങളെയും പ്രേയേഴ്സിനെയും എല്ലാം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യും. അതുവഴി എല്ലാവരിലും ബ്ലെസ്സിങ്സ് എത്തും. രാവിലെ ആയതുകൊണ്ടാണോന്നറിയില്ല, ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വിസിറ്റേഴ്സ് കുറവായിരുന്നു. ഉള്ളവരൊക്കെ വാട്ടർഫോളിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങളും എടുത്തു കുറേ ഫോട്ടോസ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ടിൽ ദെൻ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.